ഈ കേസിൽ ഒരു പുനരന്വേഷണം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണോ അങ്ങേക്കുമുള്ളത്? ഇപ്പോൾ മൈക്രോ ഫിനാൻസ് കേസും അടക്കം മുന്നോട്ട് പോകും. വേഗം കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. അത് കോടതിയിൽ നിന്ന് വിമർശനങ്ങൾ വന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ അതിലൊരു വേഗം പ്രതീക്ഷിക്കാമോ? ഞങ്ങൾ ശുഭപ്രതീക്ഷയിലാണ്. ഈ IPS-കാരിയെ സ്പെഷ്യൽ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടൊക്കെ നിയോഗിച്ച് കണ്ടപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ അന്വേഷണം നടക്കും എന്നൊരു പ്രതീക്ഷ അന്നുണ്ടായിരുന്നു. പക്ഷേ അത് മല എലിയെ പ്രസവിച്ച പോലെയായി. ഈ പല അട്ടല്ലൂരിമാർക്കും നട്ടല്ലില്ല എന്ന് തോന്നിപ്പോവും. IPS-ൻ്റെ ബലമുണ്ടെങ്കിൽ പോലും ഈ നട്ടലിന് ബലമില്ലെന്നുണ്ടെങ്കിൽ വലിയ വിഷമമാണ്. നട്ടല് വാഴപ്പിണ്ടിയായി പോകുന്ന അവസ്ഥയിലാണ്. ഏതാണ്ട് 6 കൊല്ലമായിട്ട് ആ കേസിനെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു അന്വേഷണവും നടത്താതെ അതിൻ്റെ ഫയലുകൾ നല്ല സുഷുപ്തിയിൽ ഇരുന്ന് പോവുക എന്നൊക്കെ പറയുന്നത്, രാഷ്ട്രീയ ഇച്ഛാശക്തി ഉള്ള നേതൃത്വമില്ലെങ്കിൽ ഇങ്ങനെ തന്നെ നടക്കും. ഭരണ നേതൃത്വത്തിന് അതിനാഗ്രഹമില്ല. അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായി പരിശ്രമിച്ചു എന്ന് പറയാൻ നിർബന്ധിതരായി പോവുകയാണ് ഞങ്ങൾ. അങ്ങ് പറയുമ്പോൾ അത് ഒരു ഉദ്യോഗസ്ഥ സ്വയം താല്പര്യപ്രകാരം ആ അന്വേഷണമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതല്ലോ. മുകളിൽ നിന്നുള്ള സമ്മർദ്ദം അതല്ലേ? അതിപ്പോൾ ഏത് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായാലും ഇതായിരിക്കും സ്ഥിതി എന്നതുകൂടി മനസ്സിലായതല്ലേ? എക്സാക്ട്ലി, ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ ആം സേയിങ്. അതായത് ഈ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് ഇത് നടത്താൻ പാടില്ല എന്ന ഒരു ഇംഗിതമാണ് ഉള്ളത് എന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ അന്വേഷണം മുന്നോട്ട് പോവുകയില്ല. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഇതുവരെ സംഭവിച്ച ഈ കേസിൽ മാത്രമല്ല, സകല കേസുകളിലും മിസ്റ്റർ നടേശനെതിരെയുള്ള ക്രിമിനൽ കേസുകളിൽ സകല കേസുകളിലും ഒരു കേസിൽ പോലും കുറ്റപത്രം കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ഒത്താശ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനൊരു കാരണമുണ്ട്. സ്മൃതിക്ക് അറിയുമോ എന്നറിയില്ല. ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ എസൻ ട്രസ്റ്റിൻ്റെ ഒരു ട്രസ്റ്റി പ്രതിയായി കോടതിയിൽ കുറ്റാരോപിതനായി നിന്നാൽ കോടതി ആ കുറ്റം സ്വീകരിച്ചുകൊണ്ട് ചാർജ് ഷീറ്റ് വായിച്ച് കേൾപ്പിച്ചാൽ, അതായത് ഇഫ് ദ കോർട്ട് ഫ്രെയിംസ് എ ചാർജ്, ആ നിമിഷം എസൻ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റി സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമാവും. അപ്പോൾ ഈ എസൻ ട്രസ്റ്റ് എന്ന് പറയുന്നതാണ് മിസ്റ്റർ നടേശൻ്റെ ഗോൾഡ് മൈൻ. ആ ഗോൾഡ് മൈൻ കൈവിട്ടു പോവും. അതുകൊണ്ടാണ് ഒരു കേസ് പോലും കഴിഞ്ഞ ഈ കാലഘട്ടം മുഴുവൻ ഒരു കേസ് പോലും അദ്ദേഹത്തിനെതിരെയുള്ളത് കേരളത്തിലെ പോലീസ് കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്ര കരുതലുകൾ നടത്തി.